18 വയസ്സുള്ള പെൺകുട്ടി അമുസ്ലിമായ ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്, ഒളിച്ചോടുകയാണ്. പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പഠിച്ചവനെ മാതാപിതാക്കൾ അതാ ഉപദ്രവിച്ചു നോക്കി, അവിടെ നിന്ന് തല്ലി നോക്കി, ഉപദേശിച്ചു നോക്കി. എന്തൊക്കെ ചെയ്തിട്ടും കൊല്ലുമെന്ന് പറഞ്ഞിട്ടും പെൺകുട്ടിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. പഠിച്ചവനെ വാപ്പ കരയാൻ തുടങ്ങി. തന്റെ പൊന്നാര മകളുടെ കാൽച്ചുവട്ടിൽ കിടന്ന് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ മാതാവുണ്ടല്ലോ, തന്റെ പൊന്നാര മകളുടെ കാലിൽ പിടിച്ച് കരയുന്നു. മോളെ പോകല്ലേ, നാണം കെടുത്തല്ലേ, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ. അതാ വാപ്പ തന്റെ പൊന്നാര മകളോട് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുത്തു. പൊന്നുപോലെ വളർത്തിയ പൊന്നുമോളോട് വാപ്പ കിടന്ന് യാചിക്കുന്നു, മോള് ഇറങ്ങി പോകല്ലേ, അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് ഇവിടുന്ന് പോകല്ലേ. നീ പോയി കഴിഞ്ഞാ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. കുടുംബസമേതം മരണമല്ലാതെ വേറൊരു വഴിയുമില്ല. ഞങ്ങൾ ചിലപ്പോ ആത്മഹത്യ ചെയ്തു പോകും. പെണ്ണ്, നീ നിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തണമെന്ന് പറയുമ്പോ 18കാരി എപ്പോഴും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കൗൺസിലിംഗ് നടത്തി നോക്കി, കുടുംബക്കാർ ഉപദേശിച്ചു നോക്കി, കൂടപ്പിറപ്പ് ഉപദേശിച്ചു നോക്കി, മഹല്ലുകാർ ഉപദേശിച്ചു നോക്കി, കമ്മിറ്റിക്കാർ ഉപദേശിച്ചു നോക്കി, പള്ളിയിലെ ഖതീബ് ഉപദേശിച്ചു നോക്കി. ആരെല്ലാം പറഞ്ഞിട്ടും 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. എല്ലാവരെയും നാണം കെടുത്തിയിട്ട് ഇന്നലെ കണ്ടവന്റെ കൈപിടിച്ചുകൊണ്ട് 18 വയസ്സുള്ള പെൺകുട്ടി അവന്റെ കൂടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ ഉമ്മ തന്നെ ചോദിക്കുന്നു, എന്തേ എന്റെ പൊന്നുമോൾ ഇങ്ങനെ ആയിപ്പോയത്, എന്തേ എന്റെ പൊന്നുമോൻ ഇങ്ങനെ ആയിപ്പോയത്. വളരെ സങ്കടത്തോടെ പറയുന്ന മനുഷ്യ, അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോ നിനക്കൊക്കെ കളിയും തമാശയുമായി പോയില്ലേ, നിസാരമായി പോയില്ലേ. പത്രം വായിക്കുന്നതിന്റെ സ്ഥാനം പോലും അല്ലാഹുവിന്റെ കലാമിന് കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? വൈന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ നന്നാക്കില്ല, ഒരിക്കലും അല്ലാഹു നിന്നെ നന്നാക്കില്ല. നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. നിന്റെ ഹൃദയത്തിലേക്ക് ഒരു കാലത്തും ഈമാനിന്റെ വെളിച്ചം കേറൂല. 18 വയസ്സുള്ള പൊന്നുമോളെ ഉപദേശിച്ചപ്പോ നീ പറയുന്നത് കേട്ടാലല്ലേ പെങ്ങളെ നിന്റെ പൊന്നുമോള് നന്നാവുക. പള്ളിക്കാരും നാട്ടുകാരും കുടുംബക്കാരും ആരൊക്കെ ഉപദേശിച്ചാലും പറയുന്നത് കേട്ടാലല്ലേ നന്നാകാൻ പറ്റൂ. നിന്റെ മകള് കേൾക്കുന്നില്ല. വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മൂസാ നബി അലൈഹിസ്സലാമിനെ തന്റെ അനുയായികളെ പടന്ന് ഉപദ്രവിച്ചപ്പോ അതാ അവരഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടു. അവരെ ഉപദേശിച്ച സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ അവർ വല്ലാതെ പീഡിപ്പിക്കുകയാ. മൂസാ നബി ചോദിക്കുന്നു, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നിങ്ങളുടെ പ്രവാചകരാണ്, എന്തിനാ നിങ്ങൾ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫലമ്മാ സാഊ അസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവന്റെ ചെവി അല്ലാഹു അടയ്ക്കുകയാണ്, അവന്റെ ഹൃദയം അല്ലാഹു അടയ്ക്കുകയാണ്, അവന്റെ ഹൃദയം അല്ലാഹു സീല് വെക്കുകയാ. പിന്നെ ഒരിക്കലും കേറില്ലടോ. കിടന്ന് തലകുത്തി കിടന്ന് നിലവിളിച്ചാൽ ആരൊക്കെ ഉപദേശിച്ചാലും അവന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. ഉമ്മ കരഞ്ഞാൽ, ഉപ്പാടെ മുഖമൊന്ന് വാടിയാൽ കരഞ്ഞിരുന്ന പൊന്നുമോള മരിക്കൂന്ന് പറഞ്ഞിട്ടും കണ്ടവന്റെ കൂടെ പോയ കാരണം എന്തേ? ഈ അള്ളാഹ് പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ തലകുത്തിക്കിടന്ന് ഉപദേശിച്ചാലും ആ മക്കളൊന്നും കേൾക്കത്തില്ല. കാരണം ചെവി അടച്ചു, ഹൃദയം സീലും വെച്ച് കഴിഞ്ഞിനി എന്നെ കേൾക്കാനാ.
ഉദാഹരണം ചോദിച്ചാൽ റമളാൻ 1-ന്റെ അന്ന് സർവ്വ ഇബ്ലീസുകളെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇടുവോ? ഇതെവിടെ ഇടൂലേ? സർവ്വ ശൈത്താന്മാരെയും റമളാൻ 1-ന്റെ അന്ന് തന്നെ മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടൂലേ? നിങ്ങൾ എന്താ എങ്ങനെ ഇരിക്കണേ? പള്ളിപ്പറമ്പിൽ സലാം പറഞ്ഞ ഇടുവോ? ഇല്ലേ? ഇടും. എന്നിട്ട് ഈ റോഡിൽ കൂടെ വീടി വലിച്ചു കിടക്കണ കാക്കന്മാരെ കണ്ടിട്ടില്ലേ? എടാ അമുസ്ലിം പോലും നോമ്പ് പിടിക്കുന്നു. എടാ റമളാൻ അല്ലേ എടാ, നീ എന്താ ഇങ്ങനെ നടക്കണം? ആരെ വെച്ചേ? 5 നേരം നിസ്കരിക്കുന്നവനല്ല അമുസ്ലിം. പെണ്ണുമ്പിള്ള അടുത്ത് പറയാ, പോകുമ്പോ മര്യാദയ്ക്ക് ചോറ് വെച്ചാലേ കൂമ്പിടിച്ച് വാട്ടിക്കളയും. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, നിങ്ങൾക്ക് മരണം എന്തു മരണം പോടി മാറി. ഓന്റെ ശരീരത്ത് കൂടിയിരിക്കണ ഇബ്ലീസ് ഏതാന്ന് എനിക്കറിയില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. സർവ്വ ശൈത്താനെയും കെട്ടിയിട്ടിട്ട് പള്ളി കയറാത്തവനില്ല. അതാണോ ഞാൻ പറഞ്ഞത്. അവൻ അള്ളാഹു എഴുതി തെള്ളിക്കഴിഞ്ഞു, ചെവിയെ അടച്ചു, സീലും വെച്ച് കഴിഞ്ഞു. പിന്നെ ഓന്റെ കാര്യം പോയി. അങ്ങനെ ചില ജന്മങ്ങൾ നടക്കുന്നുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്നത് കാഫിറുകളല്ല, മുസ്ലിങ്ങൾ തന്നെ ഇല്ലേ? കേറി പരസ്യമായി ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറയണേ. എന്തുകൊണ്ട്? അതാ ഞാൻ പറഞ്ഞത്, എഴുതി തെള്ളിക്കഴിഞ്ഞാൽ പോയി. ഇവിടെ ഒരുത്തൻ നന്നാകണമെന്ന് അവൻ വിചാരിക്കും. ഞാൻ നന്നാകണമെന്ന് ഞാൻ തന്നെ വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചാലേ അള്ളാഹ് എന്നെ നന്നാക്കൂ, അല്ലാതെ അള്ളാഹ് നന്നാക്കൂല. ഒരാൾക്ക് നന്നാകണമെന്ന് തോന്നണം, അല്ലാതെ നിന്നെ കൊണ്ടുവന്ന് ഒറ്റയടിക്കങ്ങ് കുളിപ്പിച്ചെടുക്കൂല അള്ളാഹ്. ഇവിടെ 100 കൊല ചെയ്തവന്റെ ഒരു ചരിത്രം പറയണില്ലേ? 99 പേരെ കൊന്നപ്പോഴാ ഓന് കുറ്റബോധം ഉണ്ടായി. 99 പേരെ കൊന്നപ്പോഴാ മനുഷ്യന് തോന്നി, അല്ല ഞാൻ ചെയ്യണത് തെറ്റല്ലേ. അങ്ങനെ 99 പേരെ കൊന്നിട്ട് പോകുമ്പോ ഒരു കാക്ക വരുന്നു, ഒരു സഹോദരൻ. കാക്കാ, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുവോ? നിനക്കോ? അല്ലായോ? കൊലപാതകി, 99 എണ്ണത്തെ കൊന്ന നീ നരകത്തിലാടാ. എന്നാ പിന്നെ നീയും കൂടെ പോടാന്ന് പറഞ്ഞ അവനെ കൂടെ അങ്ങ് തട്ടിക്കളഞ്ഞു. എന്നാ പിന്നെ 100 ആവട്ടെ, ഇനി നീ എന്തിനാ ജീവിച്ചിരിക്കുന്ന? ഓനെയും കൊന്നു, 100 എണ്ണം തികച്ചു. അപ്പോഴും അവൻ മനുഷ്യനൊരു കുറ്റബോധം. പടച്ചവനെ, ഞാൻ 100 പേര് 99 ഒന്നും 100 ആയല്ലോ, സെഞ്ചുറി അടിച്ചല്ലോ പടച്ചവനെ. ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഉസ്താദ് വരുന്നു. പഠിച്ചോ, മസല ചോദിക്കുവാണെങ്കിൽ ആരോട് ചോദിക്കണം? ഞാൻ പറയുന്നത്, മസലകൾ ചോദിക്കുകയാണെങ്കിൽ ഉസ്താദന്മാരോട് ചോദിക്കണം, ഒരിക്കലും കമ്മിറ്റിക്കാരോട് ചോദിക്കരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കമ്മിറ്റിന്ന് ഉദാഹരണം പറഞ്ഞതാ, കാരണം ഇപ്പൊ അധികം പേരും കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിയാ മസല പറയുന്നത്. പള്ളിയിലെ ഖത്തീബിന് ജോലിയൊന്നും ഇല്ലല്ലോ. എടാ, വിവരം ഇല്ലാത്തവന്റെ അടുക്ക ചോദിക്കരുത്. പഠിച്ചോ? ഇതാ ഉദാഹരണം. ആദ്യം ചോദിച്ച കാക്ക എന്താ പറഞ്ഞേ? 99 പേരെ കൊന്നെന്ന് പറഞ്ഞപ്പോ നിന്റെ കാര്യം പോക്കാ, നരകത്തില്ല. ഉടനെ അവനെ തട്ടിക്കളഞ്ഞു. എന്നിട്ട് 100 തികച്ചിട്ട് പോയിട്ട് ഉസ്താദാ വരുന്നത്. ഉസ്താദെ, ഇൽമ പഠിച്ച ആളോട് ചോദിച്ചു, 99 1 100 തികച്ചിട്ട് വരികയാ, അല്ല എനിക്ക് പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞു, നിനക്ക് അല്ല പുറത്തു തരൂടാ. ഇതാണ് ഇൽമ, ഇതാണ് അറിവ്. ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, നിനക്ക് അല്ല പുറത്തു തരുന്നു, എന്തിനാ പേടിക്കണം? അള്ളാഹിന്റെ തൗബ ചെയ്താ പോരെ. എന്നിട്ട് ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു, നീ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യും, ഈ നാട്ടിൽ ജീവിക്കണ്ട, നിന്നെ ഇനി ഇവിടെ അനുവദിക്കൂല ഇവര്. അതുകൊണ്ട് അപ്പുറത്തൊരു നല്ല നാടുണ്ട്, നീ പൊക്കോ. ഈ മനുഷ്യൻ അവിടുന്ന് പോകുകയാ. പോകുന്ന വഴിയിൽ മരിച്ചു. ആ നാട്ടിൽ നിന്ന് പോകുന്ന വഴിയിൽ മരിച്ചു. മരിച്ച ഉടനെ നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. രണ്ടുപേരും കൂടെ പറയാ, എനിക്ക് വേണം, എനിക്ക് വേണം. സ്വർഗത്തിന്റെ മലക്കുകൾ പറയുന്നു, ഇവനെ ഞങ്ങൾക്ക് വേണം. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, വിട്ടുതരൂല, ഇവനെ ഞങ്ങൾക്ക് വേണം. പടച്ചവനെ, 100 കൊല ചെയ്തവന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും കൂടെ പരസ്പരം തമ്മിലടിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ സ്വത്തിന് വേണ്ടി തല്ലുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കള് ഉമ്മാന്റെ സ്വർണത്തിന് വേണ്ടി തല്ല്. ചെവിയിൽ എനിക്ക് വേണം, കാലില് നിനക്ക്, ഇതാ നമ്മുടെ തല്ല്. പടച്ചവനെ, വാപ്പാടെ കടവാരി വിട്ടു ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ വസ്തുവിന് വേണ്ടി തല്ല്. ചരിത്രം പറയുന്നു, അവസാനം വളരെ ഐഡിയപരമായിട്ട് അള്ളാഹു മനുഷ്യന് സ്വർഗം കൊടുക്കുകയാ ചെയ്ത. 100 കൊല ചെയ്തവന് പോലും. ഞാൻ പറഞ്ഞത് തോന്നണം നന്നാകണമെന്ന്. പ്രായം കുറേയായി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, എന്തിനാ പേടിക്കണ? ധൈര്യമായിട്ട് പൊക്കിക്കുക. പൊക്കിക്കപ്പാ. നിങ്ങളൊക്കെ സൂക്ഷിക്കണം കേട്ടോ. കമ്മിറ്റിക്കാരൊക്കെ ഇവിടെ സ്റ്റേജിലുള്ളത് തന്നെ അത്ര ആയില്ലെന്നറിയാം. നിങ്ങളൊക്കെ സൂക്ഷിക്കണം കേട്ടോ. 40 കഴിഞ്ഞവരൊക്കെ സൂക്ഷിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേന്നറിയോ? 39 വയസ്സുകാരൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ.
39 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവന് ഒരു ശിക്ഷ, പക്ഷേ 40 ആയാൽ ഇരട്ടിയാണ് ശിക്ഷയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂക്ഷിക്കണം നിങ്ങൾ, 40 വയസ്സ് കഴിഞ്ഞാൽ സൂക്ഷിച്ചോണം. അവൻ അടി 2 എണ്ണം കൂടുതൽ കിട്ടും. അതുമാത്രമല്ല, കച്ചവടവും ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് ഖുർആനിൽ സുലൈമാൻ നബി ഓതിയ ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് ഓതിയിട്ട് പോകാൻ റെഡിയാകണമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് നിസ്സാരവാക്കി കളഞ്ഞ മോനെ, അള്ളാഹ് നിന്നെ അങ്ങ് കൈവിടും. അള്ളാഹു നിന്നെ കൈവിട്ട് കളയും. പിന്നെ ഒരു കാലത്തും നിന്നെ നന്നാക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ശിക്ഷ എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ, അവർക്ക് നിസാരമാണല്ലോ. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു നിന്നോട് പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടടാ. പള്ളിയിലെ ഉസ്താദന്മാര് 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കണേ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ. മോനെ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ തിന്നരുത്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കരുത്. പെണ്ണുങ്ങളെ ശരീരം മറച്ചുകൊണ്ട് നടക്കരുത്. സീരിയൽ കാണല്, സിനിമ കാണല്, ആർഭാട ജീവിതം നയിക്കരുത്. ഇതൊക്കെ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട്, എടോ ഇങ്ങനെ നടന്നാ നിനക്ക് നരകമുണ്ടടാ, നരകത്തിന്റെ തീയുണ്ടടാ. 3000 കൊല്ലമാണ് അല്ലാഹു നരകത്തെ ഇട്ട് കത്തിച്ചതെന്ന് പറയുമ്പോ 2022 ജീവിക്കുന്ന ബുദ്ധി കൂടിയ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന, ഉസ്താദേ, നരകം എവിടെയാ? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, അതോ കടലിന്റെ അടിത്തട്ടിലാണോ അല്ലാഹു പടച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ തള്ളലല്ലേ ഉസ്താദ്? ഇതൊക്കെ ഞങ്ങളെ പേടിപ്പിക്കലല്ലേ? ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകമുണ്ട് പെങ്ങളെ. നിന്റെ തലമുടി പോലും വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കരുത്. അങ്ങനെ നടക്കുന്നവൾക്ക് നാളെ നരകത്തിന്റെ ചെമ്പിന്റെ തൊപ്പി അല്ലാഹു നിന്റെ തലയിൽ വെച്ച് തരുമെന്ന് പറയുമ്പോ അതവിടെയല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചോളാം. എന്ത് ശിക്ഷയാണെങ്കിലും ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്ന തഥാ പരിഹസിക്കുന്ന പെങ്ങള്, മോളെ നിനക്ക് നരകമുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോ വിശ്വാസം വരുന്നില്ലെങ്കിൽ, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് നിനക്ക് തിരിയുന്നില്ലെങ്കിൽ, മോളെ പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിൽ കാണുമ്പല്ലോ, പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിലും കാണുമ്പോ നിനക്ക് തിരിയുമല്ലോ. കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സമയമുണ്ടല്ലോ. പാലക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തില് 2ാമത് 3 ദിവസം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗി പോലെ വരുന്നവർ, പുഴുത്തുനാറി വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, പിൻദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് കൊണ്ടുവരുന്നവർ, ഇതുപോലെ നാളെ പുറക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഉടുതുണിയില്ലാതെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. പേടിച്ചു വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് അതാ മൃഗങ്ങളെ തയ്ച്ചു കൊണ്ടുപോകുന്നത് പോലെ അള്ളാഹുവിന്റെ മലക്കുകൾ എന്നെയും നിങ്ങളെയും കൊണ്ടുവരുമല്ലോ. പേടിച്ചു വിറച്ചുകൊണ്ട് ചെമ്പിന്റെ തറയിലൂടെ ഉടുതുണിയില്ലാതെ കണ്ണ് നിറക കണ്ണുകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ, ചെറുപ്പക്കാരാ, 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറബിന്റെ സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായിട്ടും എനിക്കും നിങ്ങൾക്കും അതിന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. ശരീരം വിയർക്കുകയാണ്, വല്ലാത്ത പ്രയാസമാണ്, ചൂടനുഭവപ്പെടുകയാണ്. എങ്കിൽ ഇതൊന്നും ഒന്നുമല്ലടോ.
നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും ചെരുപ്പില്ലാതെ നഗ്നരായിട്ട് ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിന്ന് പടച്ച റബ്ബിന്റെ സൂര്യനുണ്ടല്ലോ, അത് താഴേക്ക് ഇറങ്ങി വരികയാ, അത് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ചാണ് മുകളില്, നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനെ അല്ലാഹു ഇറക്കിയങ്ങ് കൊണ്ടുവരുമ്പോ എന്തേ നീ ചെയ്യുക? ആ ദിവസത്തെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. മോനേയതാ പച്ചമണ്ണിനകത്ത്, ചെളിയുള്ള മണ്ണിനകത്ത് നിന്ന് കട്ടയുണ്ടാക്കുമല്ലോ, അത് വെളിയിലെടുത്തു വെച്ച് ഉണക്കുമല്ലോ. ഉണങ്ങിക്കഴിഞ്ഞ അടുക്കി വെച്ചിട്ട് പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മോനെ അതാ പടച്ചവനെ കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ല? അമ്പലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട് നിന്നൊക്കെ നീ എത്രയോ ചെറുപ്പകാലത്തിലെ കാളവണ്ടി കണ്ടിട്ടുണ്ടല്ലോ. ആ നട്ടുച്ച സമയത്ത് ആ കാള ഇങ്ങനെ ചുമട് വലിച്ചു കൊണ്ടുപോകുമ്പോ അതിന്റെ വായിലൂടെ പത വരുന്നില്ല, നുര വരുന്നില്ല. ഇത് നീ കണ്ടിട്ടുണ്ടല്ലോ. നാളെ പരലോകത്ത് വരുവടാ നിന്റെ വായിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വീട്ടിലടുക്കളയിൽ കിടന്ന് ചോറ് വെക്കുമ്പോ അതാ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് പാത്രത്തിന്റെ മുകളിലൂടെ നിറഞ്ഞ് കവിയുമല്ലോ. കാണുന്ന ഉമ്മ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് നിന്റെ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ പൊങ്ങും പെങ്ങള്. തലച്ചോറ് തിളച്ചിട്ട് നിന്റെ കണ്ണിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട്. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് കടന്നു ചെല്ലുകയാ. മാലിക്, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എങ്ങനെയാ ജിബ്രീൽ ഈ ഭയാനകമായ നരകത്തെ എങ്ങനെയാ ഞാൻ പരലോകത്ത് കൊണ്ടുവരിക? അല്ലാഹുവിന്റെ കൽപ്പനയാ മാലിക്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന പടച്ച റബ്ബിന്റെ കൽപ്പനയാണ്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാ. തന്റെ കൂടെയുള്ള മലക്കുകളെ വിളിച്ചിട്ട് പറയുന്നു, ചങ്ങലയെടുത്ത് കൊണ്ടുവരാറ്, ചങ്ങലയെടുത്ത് കൊണ്ടുവരാറ്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളതാ ചങ്ങലയെടുത്ത് കൊണ്ടുവരികയാ. 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. 1-2 ചങ്ങലയിലല്ല, 70,000 ചങ്ങല. അല്ലാഹുവേ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. അങ്ങനെ 70,000 ചങ്ങല. മോനെ, ചങ്ങല കണ്ടിട്ടുണ്ടോ? ചങ്ങലയിൽ ഇങ്ങനെ കൊളുത്തുകൾ ചേർത്ത് വെച്ചിട്ടില്ലേ? നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലും കൊളുത്തുകളുണ്ട്. ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ? ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ, ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാണ് വാപ്പാ. ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അല്ലാഹുവോട് പറയുമടാ യുവത്വേ, അല്ലാഹുവിനോട് പറയും പെണ്ണേ, ഇല്ലെന്ന് പറഞ്ഞ് നെളിഞ്ഞു നടന്നവര്, അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഹസിച്ചവര്, ഇതൊക്കെ പുച്ഛിച്ചു തള്ളിയവര്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമടോ. വൈദാ
റഅതഹും മിൻ മകാനിൻ ബഈദ്. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ അവിടെ നിന്ന് പറയുമടാ റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ രക്ഷിതാവായ റബ്ബേ, കണ്ടു റബ്ബേ, കണ്ടു റബ്ബേ, നരകത്തെ കണ്ടല്ലോ, തീ കണ്ടു റബ്ബേ, വലിപ്പം കണ്ടു റബ്ബേ, ശിക്ഷ കണ്ടു റബ്ബേ, വസമിഅനാ, എന്റെ ചെവി കൊണ്ട് ഞാൻ അതിന്റെ വിളി കേൾക്കുന്നു അല്ലാ. വിശ്വാസമായി റബ്ബേ ഫർജിഅനാ. തെണ്ടുമടാ ചെറുപ്പക്കാരാ, നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുകയാ, അല്ലാഹുവിന്റെ കോടതിയിൽ കിടന്നിട്ട് യാചിക്കുമടാ, ഞാനെല്ലാം കണ്ടു പടച്ചവന് ഒരു ചാൻസ് കൂടെ താ അല്ലാ. നിലവിളിക്കുകയാ, ആരും നീ തന്നെ നിലവിളിക്കുകയാണ്. യാ വൈലത്താ, യാ ഖസ്റത്താ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് നിലവിളിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ നിനക്കൊക്കെ തമാശയായി പോയില്ലേ, നിങ്ങൾക്കൊക്കെ നിസാരമായി പോയില്ലേ? നിസ്കരിക്കണമെന്ന് പറയുമ്പോ നിനക്ക് വല്ലാത്ത മടിയാ, സദഖ കൊടുക്കാൻ പറയുമ്പോ നിനക്ക് വല്ലാത്ത പുച്ഛമാ. പെണ്ണെ വ്യഭിചരിക്കരുത്, മോളെ ശരീരം മറച്ചുകൊണ്ട് നടക്കണം, ഫർദ് ധരിച്ചുകൊണ്ട് നടക്കണം, ഹിജാബ് ഇട്ടുകൊണ്ട് നടക്കണം. ഉസ്താദേ നിങ്ങൾക്ക് ഫാഷൻ അറിയില്ലല്ലോ, പരിഹാസമല്ലേ, കളിയാക്കലല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ പറയുമ്പോ കള്ള് കുടിക്കരുത്, കഞ്ചാവടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഹറാമാണെന്ന് പറയുമ്പോ ഉസ്താദേ ഒന്ന് അടിച്ചു നോക്കാ, പറയാം ഇതിന്റെ വില എന്താണെന്ന്. കണ്ടുപിടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ നിസ്സാരം കളിയാക്കൽ ഉസ്താദന്മാർക്കൊന്നും ഒന്നും അറിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ? വ്യഭിചരിക്കരുതെന്ന് പറയുമ്പോ എടാ വ്യഭിചരിക്കരുത്, അന്യ പെണ്ണിനോട് കൂടെ നടക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോ വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിനോട് അടുക്കുന്നത് പോലും ചെയ്യില്ല എന്ന് പറയുമ്പോ നിസ്സാരം കളിയാക്കൽ. പെണ്ണെ നീ ഒന്ന് തല മറക്കടി, തല പോയിട്ട് വേറെ ഒന്നും മറക്കലില്ല, തുറന്നിട്ടുണ്ട് അടക്കാം. പടച്ചോനെ, നമ്മുടെ കാലഘട്ടം എത്ര മോശമാണ്, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഹദീസ്, ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ റോഡിൽ കടന്ന് വ്യഭിചരിക്കുമത്രേ. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കടന്ന് വ്യഭിചരിക്കും. അന്ന് ആൾക്കാർ പറയും ഒന്ന് മാറിക്കടന്നൂടെ എന്ന് ചോദിക്കുന്നു. ഇത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു റബ്ബേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരത്തെ ആണിന് വേറെ പെണ്ണിന് വേറെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആണിന് വേറെ ബെഞ്ച് പെണ്ണിന് വേറെ ബെഞ്ച്. ഇപ്പൊ പറയുന്നു ഒരുമിച്ചിരുന്നോളെ, എന്നിട്ട് പരസ്പരം ചർച്ച ചെയ്യണം. സ്കൂളിൽ പഠിക്കുന്ന 7ലും 8ലും 9ലും 10ലും പഠിക്കുന്ന ആണും പെണ്ണും ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് പരസ്പരം ഷെയർ ചെയ്യണം. മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചല്ല, മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല, രാജ്യത്തിനോടുള്ള സ്നേഹത്തെ കുറിച്ചല്ല. ഉസ്താദന്മാരിക്കണോണ്ട് ഞാൻ പറയണില്ല എന്തിനെ കുറിച്ചാണെന്ന്. എന്നിട്ട് അതിന്റെ ഫളായിലുകൾ പറഞ്ഞു കൊടുക്കണം. അത് ഏറ്റവും വലിയ വിഷയം. ടീച്ചർമാർക്കൊക്കെ ഇപ്പോഴാ പണിയായ. കുട്ടികളോട് ഇതിന്റെ ഫളായിലുകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ ഇത് ചെയ്താ പ്രയോജനമുണ്ട്, ഇങ്ങനെ ചെയ്താ പ്രയോജനമുണ്ട് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. പാവമല്ലല്ലോ ഒരു പെണ്ണ് സ്വമനസാൽ ഒരുത്തനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട കേസ് പോലും ഇല്ല. കെട്ടിയവൻ വല്ലവും പോയി ആ പെണ്ണിനെ തല്ലിയ ഓനകത്ത്. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ ഗതികേട് നോക്കട് സഹോദര. കാലം എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളിതൊക്കെ പറഞ്ഞു കൊടുത്താൽ കളിയാക്കുക നമ്മളെ. എടാ മോനെ മുടി വെട്ടടാ, മോനെ നല്ല പോലെ നടക്കടാ. ഉസ്താദിന് ഫാഷൻ എന്താണെന്നറിയാവോ? ഞാൻ ജുബയും തൊപ്പിയിട്ടുകൊണ്ട് താടിയും വളർത്തിയിട്ട് നടക്ക, വേറെ പണിയൊന്നും ഇല്ല നിങ്ങൾക്ക്. ഉസ്താദിനെ പരിഹസിക്ക. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ നല്ല കോലം, ഉമ്മ പുറകിലോട്ട് വളർത്തുന്നു, നിന്റെ മോൻ മുമ്പോട്ട് വളർത്തുന്നു, ഇത്ര വ്യത്യാസമുള്ളൂ. മുടി ഇങ്ങനെ വളർത്തിയിരിക്ക, പെയിന്റ് പഠിച്ച് ഇങ്ങനെ നടക്ക മക്കള്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പിന്നെ പറയണ്ട. എടാ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ളത് ഔറത്താടാ ചെറുപ്പക്കാരാ.
മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്ത, നീ ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം, തുറന്നിട്ടുകൊണ്ട് നടക്കരുത്. കീറിയ പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്നവനോട് എന്ത് ഔറത്താ വാപ്പ അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരന്റെ തുട മൊത്തം കീറിയിട്ടിരിക്കുക, സാധു കീറിയ പാൻറുമായിട്ട് നടക്കുന്നു. വാപ്പ നീ വലിയ വണ്ടിക്കകത്താ ജീവിക്കണേ, ഈ നടക്കുന്നത് ബെൻസിലും മോഡിയിലും ഫോർച്യൂണലും ക്രിസ്റ്റായിക്കകത്തും കറങ്ങി നടക്ക. മോൻ ഇങ്ങനെ ഫക്കീറിനെ പോലെ ദരിദ്രവാസിയെ പോലെ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ അല്ലേ, ഈ പെണ്ണുങ്ങളൊക്കെ ഈ തുണി കഴിവുന്ന സമയത്ത് ഈ കീറിയ പാൻറ്റൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ തയ്ക്കുമായിരുന്നു. ഞാനൊക്കെ നമ്മളൊരു ബഡൻസ് പോയാൽ പോലും പണ്ടത്തെ ഉമ്മയും നമ്മുടെ ഉമ്മയും നമ്മുടെ പെങ്ങന്മാരൊക്കെ ആ ബഡൻസ് പോലും തയ്ക്കും. ഇപ്പൊ കീറിയ സുബ്ഹാനല്ലാഹ് മോന്റെ കീറിയ പാൻറ്, പടച്ചോനെ സർവ്വതും കീറിക്കിടക്കുന്നു, ഒന്ന് തച്ചു കൊടുക്കാമെന്നുള്ളൊരു ബോധം പെണ്ണിനില്ല, ഉമ്മയ്ക്ക് പോലും ഇല്ലാതെ പോയി. എന്തൊക്കെ കോലങ്ങളിലാണ് നടക്കുന്നറിയുന്ന തുമ്മത്ത്. പടച്ചോനെ, എടാ നീ അള്ളാനെ പേടിച്ച് ജീവിക്കട. എടാ ഹറാമ് തിന്നരുത്, ഹറാമ് കഴിക്കരുത്, ഹറാമിന് കൂട്ടു നിൽക്കരുത്. 25 കോടിയുടെ ലോട്ടറി എടുക്കുന്നവനോടാ ഇത് പറയണേ. ഓണബമ്പർ അടിക്കാൻ 500 കൊടുത്തിട്ട് ഞാൻ ചിന്തിക്കണം സഹോദര, എടാ പണ്ട് ഒരു മുസ്ലിമിന്റെ അടുക്കൽ ലോട്ടറിയുമായിട്ട് ആരും വരാറില്ല, പ്രത്യേകിച്ച് ഉസ്താദന്മാരെടുത്ത് വരാറില്ല. ജുബ്ബയും തൊപ്പിയും ഇട്ട ഒരു മനുഷ്യന്റെ അടുക്ക വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ആരും ചോദിക്കത്തില്ല. കാരണം എന്തേ? അവർക്കറിയാം ഇത് നമുക്ക് ഹറാമാണെന്ന്. ഞാൻ 2 ആഴ്ച മുമ്പ്, സ്ഥലം പറയണില്ല, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണ ഓണ ബമ്പറ 25 കോടിയാണ്. ഞാൻ ആ അമ്മയോട് ചോദിച്ചു, അമ്മ ഞങ്ങൾക്ക് ഇത് എടുത്തുകൂടാണ്. അമ്മയുടെ മറുപടി കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. അതാ മറുപടി. ആ അമ്മ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളുടെ ആളുടെ കടയിലെ ഏജന്റാ, ഞാൻ അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു മുസ്ലിം കാക്കാടെ കടയിലെ ഏജന്റായി അമ്മ. ഇവര് വണ്ടി വരുമ്പോ വണ്ടിയിൽ വിൽക്കുന്ന ചേച്ചി അമ്മയാ, നിങ്ങളുടെ ആളുടെ കട. അപ്പൊ അവർക്ക് എടുക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ആയി മാറിയടോ? 25 കോടി എന്ന് കേൾക്കപ്പോ നീ ഓടുവാ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ബിസ്മില്ല ലക്കി സെന്റർ എന്നാ പല കടയുടെയും പേര്. ബർക്കത്തിന് വെച്ചിരിക്ക, ബർക്കത്തിന് ലോട്ടറി കടയുടെ പൊട്ടനാവല്ലട ചങ്ങാതി. ലോട്ടറി പലിശ എന്ന് പറയുന്ന സാധനം ഒരിക്കലും സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല. ആദ്യം അത് കേക്ക്. ചിലപ്പോ അടിച്ച അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും, അത്രേ ഉള്ളൂ. സമ്പത്ത് ഒരിക്കലും നിന്റെ ഈ പലിശ എന്ന് പറയുന്ന പൈസ ഒരിക്കലും നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല. അടങ്കലോടെ കൊണ്ടുപോകത്തേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് ലോൺ എടുത്തപ്പോൾ നിനക്ക് തിരിഞ്ഞില്ലേ? ലോൺ എടുത്തവർക്ക് അത് തിരിയല്ലോ. പണയത്തിന് കൊണ്ട് വെച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, തിരിഞ്ഞില്ല ഇതുവരെ. ഒരിക്കലും അത് വർധനം ഉണ്ടാക്കത്തില്ല. ഇതേക്കുറിച്ച് പറയും നിസ്സാരം. അള്ളാനെ പേടിച്ച് നടക്ക്. ഇന്നത്തെ മനുഷ്യന്മാരോട് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ഇതൊക്കെ പറയുമ്പോ പുച്ഛമോ, അമ്മാർക്ക് വേറെ പണിയൊന്നുമില്ല, നടന്നു കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാ പടച്ചവനെ, കല്യാണങ്ങൾ, ആർഭാട വിവാഹങ്ങൾ. പണ്ട് ഒരു ദിവസം ആ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി, പിറ്റേ ദിവസം കല്യാണം. ഇപ്പൊ ചുമന്ന കല്യാണം, വെള്ളക്കല്യാണം, കറുപ്പ് കല്യാണം, ഒടുക്കത്തെ കല്യാണം, സർവ്വതും കല്യാണം. എന്നിട്ട് ഏറ്റവും വലിയ വിറ്റെന്തെന്നറിയോ? ഈ കബറിലേക്ക് കാല് നീട്ടിയിരിക്കണ താത്താടെ ഡാൻസും ഉണ്ട് അതിനകത്ത്. അതാ മനസ്സിലാക്കണ്ടേ. കിളവിയൊക്കെ ഈ പ്രായം ചെന്ന ഉമ്മാമ്മമാര് ഇപ്പം ഏത് കല്യാണ വീട്ടിലും ഗാനമേള. എന്നിട്ട് ഇങ്ങനെ ആണും പെണ്ണും ആടുക. കുറെ കാലം ചാമ്പലായിരുന്നു, ചാമ്പി നടന്ന് കുറെ എണ്ണം. പള്ളി കമ്മിറ്റിക്കാർ വരെ ചാമ്പുമായിരുന്നു. കമ്മിറ്റിക്കാരെല്ലാരും കൂടെ കസേരയിലിരിക്കും, പ്രസിഡന്റ് വന്നിട്ട് പറയും ചാമ്പിക്കോ. കുറെ കാലം അങ്ങനെ ആയിരുന്നു. ആണും പെണ്ണും ചാമ്പിക്കല്ല ആണോ, നിന്നേക്കാ അള്ള എടുത്തിട്ട് ചാമ്പെന്നൊരു ദിവസം വരാനുണ്ട്, ഓർത്തു വെച്ചോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാടെ ചാമ്പലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പടച്ച റബ്ബ് പറയാ, അള്ളാനെ കുറിച്ച് നിങ്ങൾ എന്തു വേണമെങ്കിലും കാണിച്ചോ, ഒരു പ്രശ്നമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളത് കുടിക്കാം, നിനക്കതിനുള്ള സ്വാതന്ത്ര്യം അള്ള തന്നിട്ടുണ്ടല്ലോ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അള്ള പറഞ്ഞുടാ, ഈ കാണുന്ന വഴി കൂടെ പോയാൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി കൂടെ പോയാൽ എന്തു തോന്നിവാസവും കാണിക്കാം, ഒരുത്തരും നിന്നോട് ചോദിക്കാൻ വരില്ല. പക്ഷേ ഇതിന്റെ അവസാനം നീ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇത് രണ്ടും നിനക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തെരഞ്ഞെടുത്തോ. എന്തു വേണമെങ്കിലും ചെയ്തോ, തലയിൽ കയറി ഇരിക്കണോ, ഉടുതുണിയില്ല നടക്കണോ, എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അള്ള പറയുകയാ, ഖുർആനിലെ ഒരായത്ത് റബ്ബ് പറയുന്നുണ്ട്, നീ ഓർത്തു വെച്ചോ. എടാ, ഏതൊക്കെ ആയത്ത് മറന്നുപോയാലും വാപ്പയോടും പറയുന്നു, ഉമ്മയോടും പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് മറക്കരുത്.
ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാണ്. ഇത് അല്ലാഹു നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വലിയ മുന്നറിയിപ്പാ. അല്ലാഹു പറയുകയാണ്, ഏതായത്തെന്നറിയുമോ? ഏത് മറന്നാലും കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പടച്ചവനെ ഓണമൊക്കെ വരിക, ഇനി തുടങ്ങാൻ പോകുകയാണ്. ആഘോഷങ്ങളുടെ ദിനങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും ശിആറുകളും ഒക്കെ ഞാനും നിങ്ങളും മറക്കാൻ തുടങ്ങുമ്പോ, എടോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന് സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അവളോട് പ്രണയം തോന്നുകയാ. ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാൻ പോകുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട മോനെ, നീ യുദ്ധത്തിന് വന്നതാണ്, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോ സുന്ദരിയായ പെണ്ണിന്റെ ചാരത്ത് ചെന്ന് തന്റെ മോഹം പറയുകയാണ്. ആ ജൂത പെണ്ണ് പറയുകയാ, നീ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വന്നാൽ നമുക്കൊരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുകയാ. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ചെറുപ്പക്കാരനെ പടന്നു മതം മാറി പെണ്ണ് കെട്ടി സുഖജീവിതം തുടങ്ങി. യുദ്ധം പോലും പരാജയപ്പെട്ട് സ്വഹാബികൾ തിരിച്ചു വന്നോ. കൊല്ലങ്ങൾ കഴിഞ്ഞോ. അന്ന് യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് മതം മാറി പെണ്ണ് കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ, അവനെ കുറിച്ചും അറിയണമല്ലോ, അവനെ കുറിച്ചും അറിയണമല്ലോ. പടച്ചവനെ കണ്ടുപിടിക്കുകയാ. അവസാനം അവന്റെ അടുക്കൽ ചെന്നു, എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. പിരിയാ സമയമായപ്പോ അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, സാധാരണ ആളായിരുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ. എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി. 114 സൂറത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് ഓർമ്മ വേണമടാ. മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നവന്, കള്ളും കഞ്ചാവും അടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന്, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറപ്പിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടികെട്ട് നടക്കുന്ന മുസ്ലിം പണ്ട്. ആര് പറഞ്ഞാലും മഗ്‌രിബ് കഴിഞ്ഞാ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ്, എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങള്, നീ ഏതായത്ത് മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏതായത്ത് മറന്നാലും മറക്കല്ലേ. ഇത് ഹൃദയത്തിൽ എഴുതി വെച്ചോ. ഇത് നീയൊക്കെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓന്തോടിയ എവിടെ വരെ ഓടും. നമ്മള് നാടൻ ഭാഷ പറയുമല്ലോ, എടാ ഓന്തോടിയ എവിടെ വരെ ഓടും. അല്ലാഹു പറയുകയാ, നീ പോയാ എവിടെ വരെ പോകും. അല്ലാഹു പറയുകയാ, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. ഇത് അല്ലാഹു പറഞ്ഞതാ. നീ എവിടെ പോയാലും എന്റെ മുന്നിൽ വരുവടാ. നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ വാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നിസാരമാക്കുന്ന നിന്നെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകുകയും നിനക്ക് ഉറപ്പായിട്ടും നിനക്ക് കഠിന ശിക്ഷ അല്ലാഹു തന്നിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറയാം.
ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ഖുർആനിനെ സാരമാക്കി കാണുമ്പോ അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പറയുന്ന 3ാമത്തെ ശിക്ഷ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവന് അള്ള തരുന്ന 3ാമത്തെ ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോപ്പാ? ഉണ്ടോ? എവന്റെ അടുക്ക ചോദിച്ചാലും ഇല്ല എന്നാ പറയണേ. ഉണ്ടെന്നൊരുത്തനും പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിരിവിനൊക്കെ പോകാൻ സങ്കടം ഉസ്താദ്. പിരിവിന് പോകുമ്പോൾ, ഞാനിപ്പോ പായിപ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയും കുറച്ച് പൈസ കൈ വെച്ചോളാം. കാരണം എന്തേ? പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ. വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട്, കോടീശ്വരനാ, അവനാ ഇരുന്ന് ദാരിദ്ര്യം പറയുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഇന്ന് ആരോട് ചോദിച്ചാലും പറയണത് പൈസ ഇല്ലാന്ന്. ഉണ്ടെന്ന് ആരും പറയണില്ല. പൈസയൊക്കെ എവിടെ പോണെന്ന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചുമ്മാതെ കള്ളം പറയാന്ന് സൂക്ഷിക്കണം കേട്ടോ. പൈസ കൈ വെച്ചിട്ടില്ല എന്ന് പറയരുത്. പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇല്ല ഇല്ല. വീടിന്റെ അലമാരിക്കകത്ത് പൈസ ഉണ്ട്. അള്ളാണോ ഒന്നും ഇല്ല പഠിച്ചവനെ, ഒന്നുമില്ല. അള്ളാഹ് അതിനകത്ത് വലിച്ചങ്ങിട്ട് കാക്കുമാറാകട്ടെ പഠിച്ച. എടോ, നീ ആദ്യം മനസ്സിലാക്കേണ്ടെന്ന് 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയും. കാരണം നിന്റെ നാവ് നിനക്കറിയില്ല. നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ പണ്ടൊക്കെ ചില ഉമ്മാമ്മമാരുണ്ട്, അവരിങ്ങനെ വാപ്പമാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ച് നിൽക്കുക, വല്ലാത്ത കൊല. അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു, എന്തൊരു കൊലയാടാ ബോക്കറ ഇത്, പടച്ചവനല്ല. ഒരൊറ്റ പറച്ചല. അവിടെ ഒരു കൊല നിന്നതിന്റെ അസറ് പോലും പിന്നെ കാണാറില്ല, കരിഞ്ഞങ്ങ് പോകും. അതുകൊണ്ടാ പറഞ്ഞത്, കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത്. സ്വന്തം മുഖം കണ്ണാടി നോക്കിയിട്ട് പടച്ചോനെ എനിക്ക് എന്നാ ഗ്ലാമർ പറയരുത്. കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ.